റിഹേഴ്സൽ എന്ന് പറയുന്നത് ഓം പ്രകാശ് ആദിത്യ എന്ന ഒരു കവിയാണ്, ബേസിക്കലി പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വൺ ആക്ട് പ്ലേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെറ്റയറാണ്, ഒരു ഹാസ്യവ്യംഗ്യ കളിയാക്കലാണ്. ആരെ കളിയാക്കലാണ്? നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിനെ ബേസ് ചെയ്താണ്. വൈദ്യന്മാരെങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നു, ഒരു പൊടി തന്നെ ഒരു മരുന്ന് തന്നെ എല്ലാവർക്കും കൊടുത്തിട്ട്, എല്ലാ രോഗികൾക്കും കൊടുത്തിട്ട് എല്ലാവരെയും വിഡ്ഢിയാക്കുന്ന കുറേ വൈദ്യന്മാർ, അതുപോലെ സൈക്കാട്രിസ്റ്റ്, അവരെങ്ങനെ മനുഷ്യരെ വിഡ്ഢിയാക്കുന്നു, അതിനെ ഒരു ഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഓം പ്രകാശ് ആദിത്യ. ഈ ഓം പ്രകാശ് ആദിത്യ അദ്ദേഹത്തിൻ്റെ ഈ ഓം പ്രകാശ് ആദിത്യജിയുടെ മറ്റ് പബ്ലിഷ്ഡ് വർക്ക്സ്, അവരുടെ ടൈറ്റിൽസ് തന്നെ അതിൻ്റെ ടൈറ്റിൽസ് തന്നെ വളരെ ചിരിപ്പിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇധർ ബി ഗധേ ഹൈ ഉധർ ബി ഗധേ ഹൈ, തോത്ത ആൻഡ് मैना, മോഡേൺ ഷാദി, ഗോരി ബൈഠി ഛത്ത് പർ, ഉള്ളു കാ ഇൻ്റർവ്യൂ. ഇങ്ങനെ ടൈറ്റിൽസ് തന്നെ വളരെ ചിരിപ്പിക്കുന്ന ടൈറ്റിൽസോടെയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക പബ്ലിഷ്ഡ് വർക്കും. അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കാക്ക ഹാത്രസി ഹാസ്യ പുരസ്കാർ, പിന്നെ ഹാസ്യ ശിരോമണി എന്ന ഒരു ടൈറ്റിൽ. അങ്ങനെ ഈ ഓം പ്രകാശ് ആദിത്യ ഒരു കവിയാണ്. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു ഹാസ്യവ്യംഗ്യ, ഒരു കളിയാക്കുന്ന ഒരു ഏകാംഗിയാണ് റിഹേഴ്സൽ. വ്യംഗ്യം എന്ന് പറയുമ്പം വെറും ഹാസ്യമല്ല, വ്യംഗ്യത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ചിരിയിലൂടെ കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു കർമ്മവും കൂടെ വ്യംഗ്യത്തിനുണ്ട്. അതാണ് സറ്റയർ എന്ന് പറയാം. നമുക്ക് എല്ലാ വൺ ആക്ട് പ്ലേസിനെയും പോലെ തന്നെ ഇതിനും ചില കഥാപാത്രങ്ങളുണ്ട്. നാടകത്തിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് വൺ ആക്ട് പ്ലേ, ഏകാംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കിയ ഒരു സ്ത്രീയുണ്ട്, एक സ്ത്രീ ഹേ, പിന്നെ വൈദ്യനുണ്ട്, ഒരു പരമാനന്ദ്, ഒരു കർഷകനുണ്ട്, ഒരു കിസാൻ, ഒരു അധ്യാപകനുണ്ട്, ഒരു പ്രൊഫസർ പാണ്ഡുരംഗുണ്ട്, അയാൾ സൈക്കാട്രിസ്റ്റാണ്, പിന്നെ രമേശുണ്ട്, രമേശിൻ്റെ അച്ഛനും അമ്മയുണ്ട്. ഇത്രയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. അപ്പം നമ്മൾ ആദ്യത്തെ ഈ ഏകാംഗി ഓപ്പണപ്പ് ആകുമ്പോൾ നമ്മൾ സങ്കല്പിക്കേണ്ടത്, നമ്മൾ വൈദ്യ പരമാനന്ദിൻ്റെ ഒരു കൺസൾട്ടേഷൻ റൂമാണ് നമ്മുടെ മനസ്സിൽ കാണേണ്ടത്. വൈദ്യ പരമാനന്ദിൻ്റെ ഒരു റൂമാണ്. അദ്ദേഹം ഒരു കസേരയിൽ ഇരിക്കുകയാണ്, ഒരു പഴയ മേശപ്പുറത്ത്. അതിൽ കുറച്ച് ബുക്സുണ്ട്, പേനയുണ്ട്, മഷിയുണ്ട്, പിന്നെ ഒരു വലിയ കുപ്പിയുണ്ട്. അതാണ് ഹൈലൈറ്റ്. ഒരു വലിയ കുപ്പിക്കകത്ത് ഒരു ചൂർണം വെച്ചിട്ടുണ്ട്. അത് അമർ ഭാസ്കർ ചൂർണാണ്. അദ്ദേഹത്തിനൊരു 50-55 വയസ്സ് തോന്നിക്കും. അവിടെ ഒരു മോഡേൺ ഡ്രസ്സിങ്ങിൽ വന്ന ഒരു ലേഡിയാണ് കയറി വരുന്നത്, ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ. അവരാണ് ഒരു രോഗിയായിട്ട് കയറി വരുന്നത്. അപ്പം നമ്മൾ ഈ വൺ ആക്ട് പ്ലേയിൽ സങ്കല്പിക്കേണ്ടത്, നമ്മൾ വൈദ്യ പരമാനന്ദിൻ്റെ ആ ഒരു കൺസൾട്ടേഷൻ റൂമാണ് നമ്മുടെ മനസ്സിൽ കാണേണ്ടത്. അവിടെ വൈദ്യനിരിക്കുകയാണ്, അവിടെ ഒരു മോഡേൺ ഡ്രസ്സിങ്ങിലുള്ള ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ രോഗിയായിട്ട് കയറി വരികയാണ്. കയറി വന്ന ഉടനെ അവർ പറയുന്നത് എന്താണ്? മേ ബീമാർ ഹൂം വൈദ്യജി, വൈദ്യജി എനിക്ക് സുഖമില്ല. ബീമാർ ഹൂം തബി തോ യഹാ ചലി ആയി, നഹി തോ ക്യോ ആത്തി, ബീമാരി കാ വിസ്താർ പൂർവക് വർണ്ണൻ കീജിയെ. അപ്പോൾ അയാൾ പറയും, എനിക്കറിയാം നിങ്ങൾക്ക് സുഖമില്ലാന്ന്, സുഖമില്ലാത്തതുകൊണ്ടല്ലേ വൈദ്യൻ്റെ അടുത്ത് വന്നത്, വന്ന കാര്യം വിസ്തരിച്ച് പറയൂ, എന്താണ് നിങ്ങളുടെ രോഗം? മേരാ ദിൽ ധടക്താ ഹെ. ആ സ്ത്രീ പറയാണ്, എനിക്ക് വല്ലാത്ത ഹൃദയമിടിപ്പാണ്. എന്നിട്ട് ആദ്യം നമ്മുടെ ഹൃദയമൊക്കെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നത്, അവരാദ്യം അവരുടെ റൈറ്റ് സൈഡിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നെന്ന്. പിന്നെ പെട്ടെന്ന് ഇടത്ത് സൈഡിലോട്ട് ആക്കും. ഇസ് ഉമ്ര മേ ലക്ഷൺ അച്ഛേ നഹീ ഹെ, ഹാർട്ട് ഫെയിൽ ഹോ സക്താ ഹെ. അപ്പം വൈദ്യൻ നോക്കിയേ പറയാണ്, ഈ പ്രായത്തിൽ നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നെന്നോ, എങ്കിൽ തീർച്ച നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സദാ ഘബ്രാഹട്ട് മെഹസൂസ് കർത്തി ഹൂം. അപ്പോൾ ആ സ്ത്രീ പിന്നെയും പറയും, എനിക്കെപ്പോഴും അങ്ങ് ഘബ്രാഹട്ടാണ്, എനിക്കെപ്പോഴും അങ്ങ് വെപ്രാളമാണ്. യഹി തോ മോത്ത് കി നിഷാനി ഹെ. അപ്പം വൈദ്യം പറയും, ആഹാ വെപ്രാളമുണ്ടോ, ഇതാണ് മരണത്തിൻ്റെ ലക്ഷണം. സ്ത്രീ പിന്നെയും പേടിച്ചു പോവും. നീന്ത് ബഹുത് കം ആത്തി ഹെ, എനിക്ക് ഉറക്കവും വരാറില്ല. അപ്പോൾ പരമാനന്ദ് അവിടെ ഇരുന്ന ഒരു ബുക്ക് അടച്ചിട്ട് പറയും, ആപ്കാ ബച്ന മുഷ്കിൽ ഹേ ബഹൻ ജി, നബ്സ് ദിഖായിയേ. ഓ നിങ്ങളുടെ കാര്യം പോക്കാ,
നിങ്ങൾ നിങ്ങളുടെ ഞരമ്പൊന്ന് കാണിക്കൂ, നിങ്ങളുടെ പൾസ് ഒന്ന് കാണിക്കൂ, നിങ്ങളുടെ കാര്യം പോക്കാണ്. സ്ത്രീ പൾസ് കാണിക്കാൻ വേണ്ടി കൈ മുന്നോട്ട് നീക്കും. മേരി രക്ഷാ കീജിയെ വൈദ്യ ജി, മേ അഭി മർനാ നഹീ ചാഹത്തി. അയ്യോ, എന്നെ എങ്ങനെയും രക്ഷിക്കൂ വൈദ്യ ജി, എനിക്കിപ്പോഴ് മരിക്കണ്ട. परमानंद പറയും, मरना तो कोई भी नहीं चाहता, लेकिन मैंने अपने रोगियों को अक्सर मरते देखा है. आपको सपने भी आते हैं. അപ്പോൾ പരമാനന്ദ പറയാം, ആർക്കാണ് മരിക്കാൻ ഇഷ്ടം? എനിക്ക് ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ എൻ്റെ രോഗികൾ പലരും മരിക്കുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വരാറുണ്ടോ? സ്ത്രീയോട് ചോദിക്കുകയാണ്. ജി, കഭി കഭി. സപ്നെ മേ ഭൂത് ഭി ദിഖായി ദേത്തെ ഹോങ്കെ. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പ്രേതങ്ങൾ വരാറുണ്ടോ? അപ്പോൾ സ്ത്രീ വല്ലാതായിട്ട് തല കുലുക്കിയിട്ട് പറയും, ഭൂത് തോ കഭി നഹി. എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ പ്രേതങ്ങൾ ഒരിക്കലും വരാറില്ല. ആജ് ദിഖായി ദേങ്കെ, ധ്യാൻ സെ ദേഖിയേഗ. അപ്പോൾ വൈദ്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് നിങ്ങൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും, സൂക്ഷിച്ച് നോക്കിക്കോ. ആപ് മേരാ കുച്ച് ഇലാജ് കീജിയെ വൈദ്യ. അപ്പോൾ സ്ത്രീ അങ്ങ് ആകെ ഒരു ടെൻഷനായിട്ട് പറയും, വൈദ്യ എൻ്റെ ഒരു പരിഹാരം കാണും എൻ്റെ രോഗത്തിന്. അപ്പോൾ പരിഹാരം പരമാനന്ദ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഹൃദയക്കെ ഭീതരി ഭാഗ് പർ ചന്ദൻ കാ ലേപ് കീജിയെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചന്ദനം തേക്കുക. അപ്പോൾ സ്ത്രീ വളരെ അതിശയിച്ചു പോവും. ഭീതരി ഭാഗ് പർ, നമ്മൾ നെഞ്ചിൻ്റെ വെളിയിൽ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഓയിൻമെൻറ്റ് തേക്കാം, പക്ഷേ അകത്തോട്ട് ഹൃദയം ടച്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് മരുന്ന് തേക്കുന്നത്? പരമാനന്ദ് എന്ത് ചെയ്യും? ആ ടേബിളിലിരുന്ന ആ കുപ്പിയുണ്ടല്ലോ, അതിൽ അമർ ഭാസ്കർ ചൂർന്നിരിക്കുകയാണ്. അതെടുത്തിട്ട്, लो यह अमर भास्कर ले जाइए, इसे इस तरह से खाइए कि पेट में न जाकर सीधा हृदय में जाए. നോക്കുക, ഇതാണ് അമർ ഭാസ്കർ ചൂർണ്ണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? നിങ്ങൾ ഏത് രീതിയിൽ കഴിക്കണം? ഇത് നേരെ വയറ്റിൽ പോകാതെ ഇത് നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ നേരെ ഹൃദയത്തിലേക്ക് പോകുന്ന രീതിയിൽ ഈ മരുന്ന് കഴിക്കണം. कोई परहेज भी है वैद्य जी. അപ്പോൾ സ്ത്രീ ചോദിക്കും, ആയുർവേദ ഡോക്ടറല്ലേ, വൈദ്യനല്ലേ, അപ്പം വല്ലതും നമ്മൾ ഈ പഥ്യം നോക്കുമല്ലോ. പർഹേജ് എന്ന് വെച്ചാൽ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ എപ്പോഴും പഥ്യം നോക്കാറുണ്ട്. ചില മരുന്ന് കഴിക്കുമ്പം നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിച്ചുകൂടാ, തണുത്ത വെള്ളം കുടിച്ചുകൂടാ, അതുപോലെ ചിലതിൽ നമ്മൾ മീൻ കൂട്ടിക്കൂടാ, അങ്ങനെ പല പല പഥ്യങ്ങളുണ്ട്. പർഹേജ് ഹി തോ അസ്ലി ഇലാജ് ഹേ, ആ 15 ദിൻ തക് ഖാന മത് ഖായിയെ. അപ്പോൾ നോക്കി, വൈദ്യൻ എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്? നിങ്ങൾ 15 ദിവസം ഭക്ഷണമേ കഴിക്കാൻ പാടില്ല. 15 ദിൻ തക്. അപ്പോൾ സ്ത്രീ ആകെ ഞെട്ടിപ്പോവും. 15 ദിവസം ഭക്ഷണം കഴിക്കണ്ടെന്നോ? ഹാ, 10 ദിൻ തക് പാനി മത് പീജിയെ. അതുപോലെ 10 ദിവസം നിങ്ങൾ വെള്ളം പോലും കുടിക്കരുത്. വേജി പാനി. സ്ത്രീ പറയും, ദൈവമേ, ഭക്ഷണം കഴിക്കാതിരുന്നാലും ജീവനോടെ കിടക്കാം, പക്ഷേ വെള്ളവും കുടിച്ചില്ലെങ്കിലോ 10 ദിവസം. മേരാ മത്ലബ് ഠണ്ടാ പാനി മത് പീജിയെ, ഉബാൽ കർ പീജിയെ. ഞാൻ ഉദ്ദേശിച്ചത് തണുത്ത വെള്ളം കുടിക്കരുതെന്നാണ്, നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളം കുടിക്കാം. ഏക് കിസാൻ ദ്വാർ പർ ആക്കർ ഖടാ ഹോ ജാത്ത. അപ്പോൾ അവിടെ വൈദ്യനെ കാണാൻ ഒരു കർഷകനും കൂടെ വാതിലിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സ്ത്രീ പറയും, വൈദ്യ ഫിർ കബാവും ആപ്കി ശരൺ മേ. സ്ത്രീ ചോദിക്കും, ഇനി ഞാൻ അടുത്ത കൺസൾട്ടേഷന് എപ്പം വരണമെന്ന്. കഭി ഭി ആയിയെ. वैसे परमानंद के पास एक बार जो आता है दोबारा लौट कर नहीं आता. അപ്പോൾ പരമാനന്ദ് പറയും, എപ്പം വേണേലും വരാം, പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ ഒരിക്കൽ വരുന്നവർ പിന്നെ വരാറേ ഇല്ല. സ്ത്രീ ഭയഭീത് മുദ്രാമേ ബനാവട്ടി ഹസി ഹസ്കർ പ്രസ്ഥാൻ കർത്തി ഹെ. സ്ത്രീ ആകെ ഒരുമാതിരി പേടിച്ചു പോകും. കാരണം ഇയാളുടെ ധ്വനി എന്താണ്? എൻ്റെ മരുന്ന് കഴിച്ചാൽ പിന്നെ ആരും പിന്നെ തിരിച്ച് വരത്തില്ല. അത് സ്ത്രീ കേട്ടിട്ട് പേടിച്ചു പോകും. കർഷകൻ വാതിലിൽ തന്നെ കയ്യും കൂപ്പി പറയും, രാം രാം വൈദ്യ ജി, രാം രാം ആവോ ഭൈ, തും തോ ബീമാർ ദിഖായി ദേത്തെ ഹോ. കർഷകനെ കണ്ട ഉടനെ വൈദ്യം പറയും, നിങ്ങൾക്ക് സുഖമില്ല, എനിക്ക് നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് സുഖമില്ല എന്ന്. കർഷകൻ അവിടെ ബെഞ്ചിലിരിക്കും. വൈദ്യ ജി, മൈ നഹി, മേരി ഗായ് ബീമാർ ഹൈ, 10 दिन से न चारा खाती है न दूध देती है. അയ്യോ, ഞാനല്ല, എൻ്റെ പശുവിനാണ് രോഗം, അത് 10 ദിവസമായി, അത് ഭക്ഷണവും കഴിക്കുന്നില്ല, പാലും തരുന്നില്ല. തും ബീമാർ ഹോ യാ തുമാരി ഗായ്, മേരെ ലിയേ ഏക് ഹി ബാത് ഹൈ, ലാവോ നബ്സ് ദിഖാവോ. അപ്പം നോക്കിയ വൈദ്യം പറയാണ്, നിനക്ക് ആ രോഗം അതല്ല നിൻ്റെ പശുവിനാണെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരുപോലെയാണ്, ഇതാ നിൻ്റെ കൈ ഒന്ന് കാണിക്ക്, പൾസ് ഒന്ന് നോക്കട്ടെ. ജി നബ്സ് മേ ദിഖാവും.
അപ്പോൾ ആ കർഷകൻ അതിശയിക്കും. കർഷകൻ്റെ പശുവിനാണ് രോഗം, എൻ്റെയാണ് പൾസ് നോക്കുന്നത്. ഓർ കോൺ ദിഖായേഗ, ഗായ് തുമാരി ബീമാർ ഹൈ യാ കിസി ഓർ കി. പിന്നെ ആരാണ് കാണിക്കേണ്ടത്? നിൻ്റെ പശുവിനല്ലേ രോഗം, അപ്പം നീയാണ് പൾസ് കാണിക്കേണ്ടത്. എന്നിട്ട് ആ കർഷകൻ്റെ പൾസ് നോക്കിയിട്ട് പറയും, ഗായ് की हालत बहुत चिंताजनक है भाई, उसे शीघ्र चारा खिलाओ, नहीं तो मरे बिना नहीं मानेगी. അയ്യോ, നിൻ്റെ പശുവിൻ്റെ കാര്യം പോക്കാട്ടോ, എത്രയും വേഗം അതിന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അത് ചത്തുപോകും. അപ്പോൾ കർഷകൻ പറയും, വേജി യഹി തോ രോഗ് ഹേ ഉസേ, വോ ചാര നഹീ ഖാത്തി. അപ്പോൾ കർഷകൻ പറയും, അതല്ലേ രോഗം, അവൾ ഭക്ഷണം കഴിക്കുന്നില്ല. അച്ഛാ, ഉസേ ഉസി കാ ദൂത് നിക്കാൾ കർ പിലാവോ. വൈദ്യം പറയണം, ഒരു കാര്യം ചെയ്യും, അതിൻ്റെ തന്നെ പാല് കറന്ന് അതിന് തന്നെ കൊടു. വഹ ദൂത് ദേത്തി ഹി നഹി വേജി. ഇപ്പം കർഷകൻ പറയാം, അയ്യോ അത് കൊള്ളാം, അത് പാല് തന്നാലല്ലേ കറക്കുന്നത്. തും പിലാവുകെ തോ അവശ്യ പീനെ ലഗേഗി. നീ കൊടുത്താൽ നിൻ്റെ പശു പാല് കുടിക്കും. എന്നിട്ട് അത്രയും പറഞ്ഞിട്ട് ആ അമർ ഭാസ്കർ ചൂർണ് എടുത്ത് കൊടുക്കും കർഷകന്. ലേ ജാओ और ഗരം പാനി കെ സാത്ത് ഖാ ലേന. ഒരു കാര്യം ചെയ്ത് ഇത് കൊണ്ടുപോയിട്ട് ചൂടുവെള്ളത്തിൻ്റെ കൂടെ ഇത് കഴിക്കണം. ജി മേ ഖാവും യാ ഗായക്കോ ഖിലാവും. അപ്പോൾ കർഷകൻ ചോദിക്കും, ഇത് ഞാൻ കഴിക്കേണ്ടതാണോ അതോ പശുവിന് കൊടുക്കണോ? കാരണം കർഷകന് ഇപ്പം ഡൗട്ടായി. പശുവിൻ്റെ രോഗത്തിന് ഇപ്പം ആരുടെ ഞരമ്പാണ് നോക്കിയത്? കർഷകൻ്റെത്. അപ്പോൾ ഇനിയും മരുന്നും ആര് കഴിക്കേണ്ടി വരും? കർഷകൻ തന്നെ കഴിക്കേണ്ടി വരുമെന്നൊരു സംശയം. തും ബി ഖാ ലേന ഗായ കോ ബി ഖിലാ ദേന, ദോനോ കോ ലാഭ് പहुंचेगा. അപ്പോൾ പരമാനന്ദ് പറയും, നീയും കുറച്ച് കഴിക്ക്, പശുവിനും കൊടു, രണ്ടുപേർക്കും ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ അമർ ഭാസ്കർ ചൂർണ് ആ കർഷകൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കിനും അവിടെ ഒരു അധ്യാപകൻ, അയാൾ ആകെ വെപ്രാളപ്പെട്ട് ഓടി കിതച്ച് വരികയാണ്. അയാൾക്കൊരു 40-45 വയസ്സ് തോന്നിക്കും. കുർത്ത പൈജാമയൊക്കെ ഇട്ട ഒരു അധ്യാപകൻ ഓടി കിതച്ച് വരികയാണ്. വേജി ശീഘ്ര ചലിയെ മേരാ ലടുക്ക ബേഹോഷ് ഹോ ഗയാ ഹെ. അധ്യാപകൻ വന്ന് പറയുന്ന കാര്യം എന്താണ്? പെട്ടെന്ന് വരണം വൈജി, എൻ്റെ മകൻ ബേഹോഷ് ഹോ ഗയാ ഹെ, എൻ്റെ മകൻ അങ്ങ് ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ വന്നു കഴിഞ്ഞപ്പം കർഷകൻ അവിടുന്ന് രാം രാം പറഞ്ഞ് അവിടുന്ന് അങ്ങ് പോവും. ആപ്കാ ലടുക്ക കിത്നാ ബഡാ ഹെ ഉമ്രമേ. പരമാനന്ദ് ചോദിക്കും, നിങ്ങളുടെ മകന് എത്ര വയസ്സുണ്ട്, നിങ്ങളുടെ മകന് എത്ര പ്രായമുണ്ട്? ജി കാഫി ബഡാ ഹെ. അപ്പോൾ അധ്യാപകൻ കറക്റ്റ് ഒരു ഏജ് പറയുന്നില്ല, കുറേ വലുതാണ് എന്ന രീതി പറയും. ആപ്സേ തോ ഛോട്ടാ ഹി ഹോഗാ. നിങ്ങളെക്കാളും ഏതായാലും പ്രായം കുറവായിരിക്കുമല്ലോ. ജി മേരാ തോ ലടുക്കാ ഹി ഹെ. അപ്പോൾ അധ്യാപകൻ പറയാം, അയ്യോ എൻ്റെ മകനല്ലേ, അപ്പോൾ എന്തായാലും എന്നേക്കാളും പ്രായം കുറവായിരിക്കും. नहीं कई बेटे अपने बाप से भी बड़े हो जाते हैं. അപ്പോൾ പരമാനന്ദ് വൈദ്യം പറയും, അങ്ങനെയല്ല, ചില മക്കൾ അച്ഛന്മാരെക്കാളും ഒക്കെ പ്രായം കാണും. ഒരു കളിയാക്കൽ രീതിയിൽ വൈദ്യം പറയും. എന്നിട്ട് അയാൾ ചോദിക്കും, ആപ് ക്യാ കാം കർത്തേ ഹെ, എന്താണ് നിങ്ങളുടെ ജോലി? ജി കാം തോ കുച്ച് നഹി കർത്താ, അധ്യാപക് ഹൂം. അപ്പോൾ നോക്കിയത് ടീച്ചേഴ്സിനെയും കളിയാക്കിയുള്ളൊരു വാചകമാണ്. അധ്യാപകനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജോലി എന്താണ്? ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഞാനൊരു ടീച്ചറാണ്. എന്നുവെച്ചാൽ അധ്യാപകർക്ക് തന്നെ അവരുടെ തൊഴിലായിട്ട് തോന്നുന്നില്ല. मैं भी पहले अध्यापक था, मेरे पढ़ाए हुए बच्चे जानवरों से भी ज़्यादा समझदार होते थे. ഞാനും പണ്ട് ടീച്ചറായിരുന്നു. എൻ്റെ മക്കൾ എന്താണ് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ മൃഗങ്ങളെക്കാളും ഭേദമായിരുന്നു. വൈജി ജൽദി ചലിയേ, യേ ബാത്തോं का समय नहीं है, मेरा लड़का. അപ്പോൾ അധ്യാപകൻ ആകെ ടെൻഷനാണ്, കാരണം അയാളുടെ മകൻ ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ പറയും, വൈജി എളുപ്പം വാ, എൻ്റെ മോൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നു. യേ ബാത്തോं का समय नहीं है, ഇതിപ്പം നമ്മൾ സംസാരിച്ച് നിൽക്കേണ്ട സന്ദർഭമല്ല. परमानंद എണ്ണീക്കും, ചലിയെ യേ ഹേ അമർ ഭാസ്കർ ചൂർണ് കി ശീശി, ഉഠാ ലീജിയെ. ഇതാ അമർ ഭാസ്കർ ചൂർണ്, ഇതെടുത്തേരെ, ഈ കുപ്പി എടുത്തേരെ. അങ്ങനെ ഹൃദയം പിടിക്കുന്ന, ഉറക്കമില്ലായ്മയുള്ള, എപ്പോഴും ടെൻഷൻ അനുഭവപ്പെടുന്ന ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതും അമർ ഭാസ്കർ ചൂർണ്ണാണ്. കർഷകൻ്റെ പശു പാല് തരുന്നില്ല, പശു ഭക്ഷണം കഴിക്കുന്നില്ല, അതിന് കൊടുക്കുന്നതും അമർ ഭാസ്കർ ചൂർണ്ണാണ്. ഇപ്പം ബോധം കെട്ട് കിടക്കുന്ന അധ്യാപകൻ്റെ മകനും മരുന്നായിട്ട് എടുക്കുന്നത് അമർ ഭാസ്കർ ചൂർണ്ണാണ്. അങ്ങനെ രണ്ടുപേരും, പരമാനന്ദും അധ്യാപകനും ആ അധ്യാപകൻ്റെ വീട്ടിലേക്ക് പോകും. കാരണം അവിടെ അധ്യാപകൻ്റെ മകൻ ബോധം കെട്ട് കിടക്കുകയാണ്.
ഇങ്ങനെയാണ് ഈ ആദ്യത്തെ ദൃശ്യ ഏകാംകിയിൽ അവസാനിക്കുന്നത്. ടോട്ടൽ ഇതിൽ 3 ദൃശ്യമുണ്ട്. നമ്മൾ ആദ്യത്തെ ദൃശ്യ 1 നമ്മൾ കണ്ട് ഒരു വൈദ്യനുണ്ട്. വൈദ്യൻ എല്ലാ രോഗികൾക്കും അമർ ഭാസ്കർ ചൂർൺ എന്ന ഒരു മരുന്നാണ് കൊടുക്കുന്നത്. ആര് വന്നാലും എന്ത് രോഗമാണെങ്കിലും, അത് മൃഗത്തിനായാലും മനുഷ്യനായാലും ആ ഒരു അമർ ഭാസ്കർ ചൂർണ്ണാണ് വൈദ്യൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഫസ്റ്റ് ദൃശ്യയിൽ ഒരു സ്ത്രീ വന്നു, അത് കഴിഞ്ഞൊരു കർഷകൻ വന്നു ഈ വൈദ്യൻ്റെ അടുത്ത്. ഏറ്റവും അവസാനമായിട്ട് ഒരു അധ്യാപകൻ ഓടിപ്പടിച്ചു വന്നു, കാരണം അയാളുടെ മകൻ ബോധം കെട്ട് കിടക്കുകയാണ്. അങ്ങനെ ആ വൈദ്യനെയും കൊണ്ട് ആ അധ്യാപകൻ തൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇനിയും രണ്ടാമത്തെ ഈ ഒരു ദൃശ്യത്തിൽ നമ്മൾ സങ്കല്പിക്കേണ്ടത്, നമ്മൾ സ്റ്റേജിൽ കാണുന്നത് പ്രൊഫസർ പാണ്ഡുരംഗിൻ്റെ കൺസൾട്ടേഷൻ റൂമാണ്. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മതിൽ നോക്കി ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇരിക്കുകയാണ്. അവിടെയാണ് കയറി വരുന്നത് ഒരു സ്ത്രീ. ആ സ്ത്രീ ഏതാണ്? വൈദ്യ പരമാനന്ദൻ്റെ അടുത്ത് പോയിട്ട് അതിൽ വിശ്വാസമില്ലാതെ തൃപ്തി വരാതെ ഈ സെയിം സ്ത്രീയാണ് ഇപ്പം പ്രൊഫസർ പാണ്ഡുരംഗിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അവരെത്തിയ ഉടനെ പറയും, മേ ബിമാർ ഹൂ പ്രൊഫസർ സാഹബ്. പ്രൊഫസർ സാഹബ്, എനിക്ക് ആകെ സുഖമില്ല. ആപ്കോ ഭ്രം ഹോ ഗയാ ഹെ, ആപ് ബിമാർ നഹീ ഹെ. കേട്ടപാടെ പ്രൊഫസർ പാണ്ഡുരംഗ് പറയും, ഇല്ല ഇല്ല, നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല, നിങ്ങളുടെ തോന്നലാണ്. മേരാ ഹൃദയ ധടക്താ ഹെ. സ്ത്രീ അടുത്ത ലക്ഷണം പറയും, എനിക്ക് എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നു. ഹൃദയ तो मेरा भी धड़कता है, दुनिया में हर आदमी का धड़कता है, इसमें नई बात क्या है, ഹൃദയ का गुण ही धड़कना है. അപ്പോൾ പ്രൊഫസർ പാണ്ഡുരംഗ് പറയാം, അതിനെന്താ ഇത്ര വലിയ കാര്യം? എല്ലാവരുടെയും ഹൃദയം മിടിക്കും. ഹൃദയം മിടിക്കുന്നത് തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ലക്ഷണമാണ്, അത് അതിൻ്റെ ഒരു ഗുണമാണ്. ഘബ്രാഹട്ട് ബഹുത് രഹത്തി ഹെ. സ്ത്രീ പറയും, എനിക്ക് ആകെ ഒരു വെപ്രാളമാണ്. യഹ ആപ്കെ ദിൽ കി കംസോരി ഹെ, ബീമാരി നഹി. അപ്പോൾ പ്രൊഫസർ പാണ്ഡുരംഗ് പറയും, ഇതൊരു രോഗമല്ല, ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വീക്ക്നെസ്സാണ്, അല്ലാതെ ഇതിനൊരു രോഗമെന്ന് പറയാൻ ഒക്കത്തില്ല. യഹ കംസോരി കൈസേ ദൂർ ഹോ സക്തി ഹെ. അപ്പോൾ സ്ത്രീ ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ ഈ വീക്ക്നെസ് മാറുന്നത്? ഹിമ്മത്ത് സേ അഭി ഠീക് കിയേ ദേതാ ഹൂँ, ആപ് സീധി ഹോക്കർ ബൈഠിയേ. ഈ ഒരു രോഗം, ഈ ഹൃദയത്തിൻ്റെ ഈ ഒരു ബലമില്ലായ്മ, അത് മാറണമെങ്കിൽ ധൈര്യം വേണം, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. സ്ത്രീ സതർക്ക് ഹോക്കർ ബൈഠത്തി ഹെ. നല്ല നിവർന്നിരിക്കാൻ പറയും. ആഖേ മൂന്ദ് ലീജി. കണ്ണടയ്ക്കാൻ പറയും. സ്ത്രീ കണ്ണടയ്ക്കും. അബ് ആപ് കഹാ ഹെ. എന്നിട്ട് നമ്മൾ ഈ ഹിപ്നോട്ടൈസൊക്കെ ചെയ്യുമ്പോൾ സൈക്കാട്രിസ്റ്റിൽ ചോദിക്കത്തില്ലേ, നിങ്ങളിപ്പോൾ എവിടെയാണോ, നിങ്ങളിപ്പോൾ എവിടെയാണ് ചോദിക്കുമ്പോൾ സ്ത്രീ പറയാം, ആപ്കി ദുക്കാൻ മേ. അങ്ങയുടെ കൺസൾട്ടേഷൻ റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്, അങ്ങയുടെ കടയിലാണ് ഞാൻ ഇരിക്കുന്നത്. നാ ആപ് ബിഹഡ് ജംഗൽ മേ ഹെ, മേരി ദുക്കാൻ മേ നഹി. ഇപ്പോൾ പ്രൊഫസർ പാണ്ഡുരംഗ് പറയും, ഇല്ല ഇല്ല, നിങ്ങൾ എൻ്റെ കൺസൾട്ടേഷൻ റൂമിലല്ല, നിങ്ങളൊരു വളരെ ഡെൻസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റിൻ്റെ അകത്താണ്, ഒരു കൂരിരുട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വനത്തിൻ്റെ അകത്താണ്. ലേക്കിൻ യഹ തോ ആപ്കി ദുക്കാൻ ഹെ. അപ്പോൾ സ്ത്രീ പറയാം, അയ്യോ ഇത് താങ്കളുടെ കടയല്ലേ. ना महसूस कीजिए कि आप घने जंगल में है ना आप जंगल में. അപ്പോൾ ഈ പ്രൊഫസർ പാണ്ഡുരംഗ് പിന്നെയും പറയും, നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, നിങ്ങളൊരു വളരെ ഒരു കൂരാക്കൂരിരുട്ടുള്ള ഒരു വനത്തിലാണ്, മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വനത്തിലാണ്. ജി ജി ഹൂ. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ തറപ്പിച്ച് പറയുമ്പോൾ സ്ത്രീയും പറയും, ശരി ശരി, അതെ അതെ, ഞാനും അവിടെയാണ്. ഭയാനക് ജംഗൽ, पेड़ों का अंधेरा, हाथियों का चिंगाड़, शेरों की दहाड़ और सन्नाटा. വളരെ കൂരിരുട്ട്, ആനകളുടെ ഒരു ചിഹ്നം വിളി, സിംഹത്തിൻ്റെ ഗർജനം, ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജി ജി പ്രൊഫസർ സാഹബ്. അപ്പോൾ സ്ത്രീ പേടിച്ചിട്ട് പറയും, അതെ അതെ, ഞാൻ എല്ലാം കേൾക്കുന്നു. शेर आपको देख कर दहाड़ता हुआ छलांग लगाकर आपकी ओर बढ़ रहा है, उसकी आँखें जल रही हैं, नाखून कटार की तरह, दांत बिजली की तरह. ആ സിംഹം നിങ്ങളെ കണ്ട ഉടനെ നിങ്ങളുടെ മുകളിലോട്ട് ചാടി ഗർജിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അതിൻ്റെ കണ്ണുകൾ ഇങ്ങനെ തീഷ്ണതയോടെ ജ്വലിക്കുകയാണ്. നഖങ്ങളാണെങ്കിലോ കത്തി പോലെ മുനയുള്ളതും. ദാന്ത് ബിജ്ലി കീ തറ, പല്ലെല്ലാം നല്ല നല്ല കൊല്ലിയാൻ മിന്നുന്ന പോലെ മിന്നുന്നുണ്ട്, പല്ലൊക്കെ ഇടിമിന്നൽ തിളങ്ങുന്ന പോലെ തിളങ്ങുന്നുണ്ട്. സ്ത്രീ ആകെ അങ്ങ് ടെൻഷനാവും. ജി 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 ഘബറായേ മത്, ആഖേ മത് ഖോലിയേ, ആപ് ഷേർ സെ ലടിയേ,
ലടിയെ ആപ് ലഡ് റഹി ഹേ നാ. ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും നിങ്ങൾ ഒട്ടും പേടിക്കരുത്, നിങ്ങൾ ആ സിംഹത്തുമായിട്ട് ഫൈറ്റ് ചെയ്യണം, അതിനെ നേരിടണം. ജി ലഡ് റഹി ഹും. അപ്പം കേട്ടപാടെ സ്ത്രീ പേടിച്ചിട്ട് പറയും അതെ അതെ ഞാൻ ആ സിംഹത്തുമായിട്ട് ഞാൻ ആ സിംഹത്തിനെ നേരിടുവാണ്. ഹവാമേ ഘൂസ ചലാത്തേ ഹുവേ അബ് ഇസേ ഘൂസേ സേ മാർ ദീജിയെ. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് നല്ല ഒരു അടി കൊടുക്കാൻ പറയും സിംഹത്തിന്. ഉസ്കെ മുँह में हाथ डालकर उसके दांत तोड़ दीजिए जल्दी कीजिए. ആ സിംഹത്തിൻ്റെ വായിക്കകത്ത് കൈയിട്ടിട്ട് അതിൻ്റെ പല്ലെല്ലാം ഒടിച്ചെടുക്കാൻ പറയും. അഭി മറായ നഹി ജൽദി കീജിയെ. എന്നിട്ട് പറയും ചത്തോ, ആ സിംഹം ചത്തോ. സ്ത്രീ ഫൂലി സാസെ ജി മാർ ദിയ. അപ്പോൾ ഈ മൈൻഡിനെ ഇങ്ങനെ ഫേക്ക് ചെയ്യാണ്, ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെ മൈൻഡിനെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാക്കിയിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ട്, നിങ്ങൾക്കൊരു സിംഹത്തിനെ നേരിടാൻ പറ്റും. അവസാനം ആ സ്ത്രീ പറയും അതെ ഞാൻ ഞെവിടി ആ സിംഹത്തിനെ കീഴ്പ്പെടുത്തിയെന്ന് പറയും. ആഖേ ഖോൽ കർ ഘബറായി നസർ സെ ഇധർ ഉധർ ദേഖ്തി ഹൈ. പെട്ടെന്ന് സ്ത്രീ കണ്ണു തുറന്ന് ആകെ പേടിച്ച് അരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പം എന്താ കാണുന്നത്? ദ്വാർ पर किसान अभी आया है उसे देखकर उचक पड़ती है जैसे शेर दिखाई दे गया हो. പെട്ടെന്ന് അവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ കർഷകൻ അവിടെ വന്ന് നിൽക്കുകയാണ്. ഏത് കർഷകൻ? ആ വൈദ്യ പരമാനന്ദൻ്റെ അടുത്ത് പശു ഭക്ഷണം കഴിക്കുന്നില്ല, പാല് തരുന്നില്ല എന്ന് പറഞ്ഞു പോയ അതേ കർഷകൻ ഇവിടെയും വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ സിംഹത്തെ ആലോചിച്ച് പെട്ടെന്ന് കണ്ണു തുറന്നപ്പം ഈ കർഷകനെ കണ്ട സ്ത്രീ പേടിച്ചു പോകും. इसी तरह आप तूफान आए समुद्र में कूदिए, दुर्गम पहाड़ों पर चढ़िए, चंबल की घाटी में डाकुओं का सामना कीजिए, आपका दिल लोहे की तरह मजबूत हो जाएगा. ഇപ്പോൾ പ്രൊഫസർ പറയും ഇതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? വലിയ കൊടുങ്കാറ്റൊക്കെ വരുന്ന കടലിലെടുത്ത് ചാടണം, വലിയ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറണം. ചമ്പൽ കി ഘാട്ടി മേ ഡാക്കുവും കാ സാമന കീജി. അതുപോലെ ചമ്പൽ കി ഘാട്ടി, ഫുലൻ ദേവിയൊക്കെ ഉള്ള കൊള്ളക്കാരുള്ള ആ ഒരു പ്രദേശത്ത് നിങ്ങൾ പോയി അവരുമായിട്ട് ഏറ്റുമുട്ടണം. ആപ്കാ ദിൽ ലോഹയ്ക്ക് തര മജ്ബൂത്ത് ഹോ ജായക. ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിനെ സങ്കല്പിച്ച് നിങ്ങൾ ഇവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തെന്നായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ല ബലം കിട്ടും. സ്ത്രീ ഇത് കേട്ട് പേടിച്ചിട്ട് പറയും पांडुरंग जी मुझे डर है कि कहीं यहाँ बैठे बैठे मेरा दिल धड़कना बंद न कर दे. मैं चलती हूँ नमस्ते. സ്ത്രീ പറയും ഇവിടെ ഇരുന്നിരുന്ന് തന്നെ ഞാൻ പേടിച്ച് എൻ്റെ ഉള്ള ഹൃദയമിടിപ്പൂടെ അങ്ങ് നിന്ന് പോകുന്ന എനിക്ക് പേടിയുണ്ട്, ഞാൻ ദാ പോകുന്നു. झटके के साथ उठकर तेजी से जाती है. പെട്ടെന്ന് എണീറ്റങ്ങ് പോവും. പ്രൊഫസർ ആ പോകുന്ന സ്ത്രീയോട് പിന്നെയും പറയാണ് रास्ते भर आंखें मूंद कर महसूस करती जाइए कि आप रानी लक्ष्मीबाई की तरह लड़ाई के मैदान में तलवार चलाती हुई बढ़ रही हैं. നിങ്ങൾ ആ പോകുന്ന വഴിക്ക് നിങ്ങൾ കണ്ണടച്ച് പോവുക. എന്നിട്ട് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ ആരാണ്? നിങ്ങൾ റാണി ലക്ഷ്മിബായിയാണ്. അപ്പോൾ ആ ഒരു റാണി ലക്ഷ്മിബായിയുടെ വൈഭവത്തോടെ നിങ്ങൾ വാളൊക്കെ ഓങ്ങി നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പോലെ പോയാൽ നിങ്ങളുടെ മനസ്സിന് നല്ല കട്ടി കിട്ടും. പെട്ടെന്ന് ആ കർഷകൻ കയറി വരും. റാം റാം പറോഫേസർ ജി. കർഷകൻ പ്രൊഫസർ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അയാൾ പറോഫേസർ എന്ന് പറയും. ഏക് ബാത് പേലെ ഹി ധ്യാൻ സേ സുൻ ലോ. കർഷകനെ കണ്ട പാടെ പ്രൊഫസർ പറയും ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. ക്യാ പറോഫേസർ ജി തുമേ കിസി തരഹ് കോയി ബിമാരി നഹീ ഹൈ. നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല. मैं तो आपकी दुआ से आज तक कभी बीमार हुआ ही नहीं. पिछले 10 दिनों से मेरी गाय बीमार है. അയ്യോ എനിക്കൊരു രോഗമില്ല, അങ്ങയുടെ കൃപ കൊണ്ട് ഞാൻ വളരെ ആരോഗ്യവാനായിട്ടിരിക്കുകയാണ് ഡോക്ടറെ. എനിക്കല്ല പ്രശ്നം, 10 ദിവസമായിട്ട് എൻ്റെ പശുവിനാണ് രോഗം. गाय बीमार है तो तुम किस लिए आए हो? गाय का इलाज क्या तुम्हारी शक्ल देख कर करूं? അപ്പോൾ പ്രൊഫസർ പറയും ആഹാ പശുവിനാ രോഗമെങ്കിൽ നീ എന്തിനാണ് വന്നത്? എനിക്ക് പശുവിൻ്റെ ഫേസാണ് റീഡ് ചെയ്തിട്ടുണ്ട്, അപ്പം നീ വന്നിട്ട് കാര്യമുണ്ടോ? കർഷകൻ പിന്നെയും പറയാണ് ജി വോ ന ചാര ഖാത്തി ഹൈ ന വോ ദൂധ് ദേത്തി ഹൈ. പശു എന്താണെന്നറിയോ? ഭക്ഷണവും കഴിക്കുന്നില്ല, പാലും തരുന്നില്ല. गाय का चेहरा देखे बिना हम कुछ नहीं कह सकते. कल उसका चेहरा लेकर आना, फिर फेस रीडिंग करके बीमारी बताएंगे. നോക്കൂ, എനിക്ക് പശുവിൻ്റെ മുഖം
കാണാതെ ഫേസ് റീഡിങ് ചെയ്യാതെ ഒരു പ്രതിവിധിയും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് നാളെ എന്ത് ചെയ്യണം? പശുവിൻ്റെ മുഖവുമായിട്ട് വരണം. प्रोफेसर जी चेहरा कैसे लाया जा सकता है? गाय को ही ले आऊँगा. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. പ്രൊഫസർ ജി ഈ പശുവിൻ്റെ ഫേസ് മാത്രമായിട്ട് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം, പശുവായിട്ട് ഇങ്ങ് വരാം. പ്രൊഫസറിന് ദേഷ്യം വരും. गाय को ले आओगे? ये दुकान है या गौशाला? गाय का एक फ़ोटो खिंचवा कर ले आना. जाओ, मेरा समय नष्ट मत करो. പശുവായിട്ട് ഇങ്ങ് വരാനെന്തോ, ഇത് മൃഗങ്ങളുടെ തൊഴുത്ത് വല്ലതും ആണോ? ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. പശുവിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പശുവിൻ്റെ ഫേസ് മാത്രം കൊണ്ടുവന്നാൽ മതി, എനിക്ക് ഫേസ് റീഡിങ് ചെയ്യാനാണ്. അപ്പോഴത്തേക്കിനൊരു 10-18 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വരും. പ്രൊഫസർ സാഹബ് ചലിയെ, ജൽദി ചലിയെ, മേരാ ഭായ് ബേഹോഷ് ഹോ ഗയാ ഹൈ. പ്രൊഫസർ പെട്ടെന്ന് വാ, എൻ്റെ സഹോദരൻ ബോധം കെട്ട് കിടക്കുകയാണ്. കിസ് തര, എങ്ങനെയാണ് ബോധം കെട്ടെന്ന് ചോദിക്കും. 1 घंटे से न बोलता है न हिलता डुलता है. 1 മണിക്കൂറായി, ഒന്നും മിണ്ടത്തുമില്ല, അനങ്ങുന്നുമില്ല. യഹ് കോയി ഖാസ് ബീമാരി നഹീ ഹൈ. പ്രൊഫസർ പറയും, പേടിക്കേണ്ട കാര്യമില്ല, ഇത് വലിയ അസുഖമൊന്നും അല്ല. കുച്ച് ലോഗ് കേത്തെ ഹേ സന്നിപാത് ഹേ. ചിലർ പറയുന്ന സന്നിപാതാണെന്ന്. നമ്മൾ ഈ വാദം, പിത്തം, കഫം ഒന്നും ഒരുമിച്ച് ആക്രമിക്കുന്ന നമ്മുടെ ശരീരത്തിനെ, അതിൻ്റെ ഒരു ബാലൻസ് തെറ്റുന്നതിനെയാണ് സന്നിപാത് എന്ന് പറയുന്നത്. ബിൽക്കുൽ നഹീ, സന്നിപാത് ഉൻകോ ഹേ ജോ ऐसे कहते हैं. അപ്പോൾ പ്രൊഫസർ പറയും, കൊച്ചിനും ഒരിക്കലും സന്നിപാത് ആവില്ല, ഇത് പറയുന്നവർക്കാണ് സന്നിപാത്. ഏക് ഡോക്ടറിനെ ദിഫ്തീരിയ ബത്തായ ഹേ. ഒരു ഡോക്ടറാണ് വന്ന് പറഞ്ഞ് എൻ്റെ സഹോദരന് ദിഫ്തീരിയ ആണെന്ന്. ऐसे ഡോക്ടർ കോ ബുലായ ഹി ക്യോं ആപ്നെ. ഇങ്ങനത്തെ ഒരു ഡോക്ടറിനെ നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? ജൽദി ചലിയെ പ്രൊഫസർ ജി, മേരാ ദിൽ കാപ്പ് രഹാ ഹൈ. പ്രൊഫസർ ജി എത്രയും വേഗം വാ, എനിക്ക് ആകെ ടെൻഷനാണെന്ന് പെൺകുട്ടി പറയും. യഹ് ആപ്കെ ദിൽ കി കംസോറി ഹൈ, ദിഫ്തീരിയ നഹി. നിങ്ങളുടെ ദിൽ കാപ്പ് രഹാ ഹൈ, ഹൃദയം മിടിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വീക്ക്നെസ്സാണ്, അല്ലേ ദിഫ്തീരിയ അല്ല. ദിഫ്തീരിയ മുജ്കോ നഹി മേരെ ഭായ് കോ ഹൈ, ആപ് ജൽദി ചലിയെ. ഇപ്പോൾ പെൺകുട്ടി പറയാം, അയ്യോ എനിക്കല്ല ദിഫ്തീരിയ, എൻ്റെ സഹോദരനാണ് ദിഫ്തീരിയ, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വാ. बेंत उठाकर उठते हुए चलिए चलिए घबराइए मत. അപ്പോൾ പ്രൊഫസറിൻ്റെ ആ ഒരു സ്റ്റിക്കുണ്ട്, ഈ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്, അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പെൺകുട്ടി വിളിക്കുന്നിടത്തോട്ട് പോകാൻ നോക്കും. അപ്പോൾ പെൺകുട്ടി ചോദിക്കും, ആപ്കാ ബാഗ്. സാധാരണ ഡോക്ടർമാർ വരുമ്പം കയ്യിൽ മരുന്നും സ്റ്റെതസ്കോപ്പും ഒക്കെ വെക്കുന്ന ഒരു ബാഗ് കാണുമല്ലോ. മേരെ ദിമാഗ് മേ ഹേ. അതെല്ലാം എൻ്റെ ബ്രെയിനിലുണ്ട്. കാരണം ഇവർ ബ്രെയിനിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്, സൈക്കാട്രിസ്റ്റാണ്. ബ്രെയിനിനെയാണ് ഇവർ ചികിത്സിക്കുന്നത്. അപ്പം മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ എല്ലാ ആയുധങ്ങളും മനസ്സിൽ തന്നെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും പോവുകയാണ്. അങ്ങനെ ഈ രണ്ടാമത്തെ ദൃശ്യം ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദൃശ്യത്തിൽ നമ്മൾ കണ്ട് വൈദ്യ പരമാനന്ദൻ്റെ അടുത്ത് ഈ സ്ത്രീയും ഈ കർഷകനും പിന്നെ ഒരു അധ്യാപകനും ചെല്ലുകയാണ്. സ്ത്രീയും കർഷകനും വൈദ്യ പരമാനന്ദൻ്റെ മരുന്നിലും ചികിത്സയിലും തൃപ്തി അല്ലാത്തത് കാരണമാണ് ഈ പ്രൊഫസർ പാണ്ഡുരംഗിൻ്റെ അടുത്ത് വരുന്നത്. ഒരു അധ്യാപകൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ബോധം കെട്ട് വീണു എന്നും പറഞ്ഞാണ് വൈദ്യനെ വിളിക്കാനാണ് വന്നത്. അതേ പയ്യൻ്റെ സഹോദരിയാണ് ഈ പ്രൊഫസർ പാണ്ഡുരംഗിൻ്റെ അടുത്ത് ഓടി വരുന്നത്, സഹോദരൻ ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞു. നമുക്ക് മൂന്നാമത്തെ ദൃശ്യത്തിൽ കാണാം ഇവർ ഈ പയ്യനെ എങ്ങനെയാണ്, പ്രൊഫസർ പാണ്ഡുരംഗാണോ ബോധത്തിൽ നിന്ന് ഉണർത്തുന്നത് അതോ വൈദ്യ പരമാനന്ദാണോ എന്ന്. ഓം പ്രകാശ് ആദിത്യ എന്ന ഒരു ഹാസ്യ പോയറ്റ് എഴുതിയ റിഹേഴ്സൽ എന്ന ഏകാംകിയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ദൃശ്യമാണ് നമ്മളിന്ന് ആസ്വദിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ സ്റ്റേജിൽ കാണേണ്ടത്, മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ഒരു അധ്യാപകൻ്റെ വീടാണ്. അവിടെ ഒരു 10-12 വയസ്സുള്ള ഒരു പയ്യൻ ബോധം കെട്ട് കട്ടിലിങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ ശിരസ് ഇരിക്കുന്ന ഭാഗത്ത് വൈദ്യൻ ഇരിപ്പുണ്ട്. കാലിൻ്റെ ഭാഗത്ത് ആ പയ്യൻ്റെ അച്ഛനും നിപ്പുണ്ട്. അമ്മയും അടുത്ത് വളരെ വിഷമിച്ച് നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു ദൃശ്യത്തിൽ നമ്മൾ സ്റ്റേജിൽ കാണേണ്ട ഒരു സീൻ. അമ്മ വളരെ ദുഃഖിച്ച് പറയാണ്, വൈദ്യജി മേരെ ലड़के को बचाइए नहीं तो मैं मर जाऊंगी. എങ്ങനെയെങ്കിലും വൈദ്യനോട് പറയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ ഈ മകനെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല.
निश्चिंत रहिए, जब तक मैं दवाई न दूं यहाँ कोई नहीं मर सकता. പരമാനന്ദ് എന്താണ് മറുപടി പറയുന്നത്? വിഷമിക്കണ്ട, ഞാൻ മരുന്ന് കൊടുക്കാതെ ഇവിടെ ആരും ചാവാൻ പോകുന്നില്ല. അതൊരു കളിയാക്കലാണ് സ്വയം. वैद्य जी किसी तरह इसे होश में लाइए, यह मेरा इकलौता पुत्र है. അപ്പം അമ്മ പറയും, എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് ബോധത്തിലേക്ക് കൊണ്ടുവരണം, കാരണം ഇതെൻ്റെ ഒറ്റ മോനാണ്, ഇക്ലോത്ത പുത്രാണ്. मैं भी अपने छोटे भाइयों के पैदा होने से पूर्व अपनी माँ का इकलौता पुत्र था, लेकिन इतनी बुरी तरह कभी बेहोश नहीं हुआ. അപ്പോൾ വൈദ്യം പറയും, അയ്യോ എൻ്റെ അനിയന്മാർ ജനിക്കുന്നതിന് മുമ്പ് ഞാനും എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മകനായിരുന്നു, പക്ഷേ ഈ രീതിയിൽ ഞാൻ ബോധക്കെട്ടിട്ടില്ല. ഇസേ ക്യാ ഹോ ഗയാ ഹെ വൈദ്യജി. അച്ഛൻ ചോദിക്കും, വൈദ്യജി, അച്ഛനാണ് ഈ വൈദ്യനെ വിളിച്ചുകൊണ്ട് വന്നത്. അവർക്ക് ഈ വൈദ്യനെ വളരെ വിശ്വാസമാണ്. അച്ഛൻ ചോദിക്കുകയാണ്, എന്താണ് ഇവന് പറ്റിയത്? യഹ ബേഹോഷ് ഹോ ഗയാ ഹെ, ഇവന് ബോധം പോയി. യഹ ഠീക് തോ ഹോ ജായേഗാ നാ വൈദ്യജി, ഇവൻ ശരിയാവൂലേ? അമ്മ വ്യാകുലപ്പെട്ട് ചോദിക്കുകയാണ്. ഠീക് തോ ഹോ ജായേഗാ പർ ഹോഷ് മേ നഹി ആയേഗാ. അപ്പോൾ വൈദ്യൻ നോക്കി വളരെ അബ്സേർഡായിട്ടുള്ളൊരു ഉത്തരം പറയും, ഇവൻ ശരിയാകും, പക്ഷേ ഇവന് ബോധത്തിൽ വരില്ല. വൈദ്യജി ऐसा मत कहिए वैद्यजी, हम आपकी शरण में हैं. അങ്ങനെ പറയല്, ഞങ്ങൾ ആകെ ആശ്രയിക്കുന്നത് അങ്ങയാണ്, അങ്ങയെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ മകൻ നേരെയാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നത്. അപ്പോഴവിടെ ആര് കയറി വരുന്നു? ഈ പയ്യൻ്റെ, ബോധം കെട്ട പയ്യൻ്റെ പെങ്ങൾ പ്രൊഫസർ പാണ്ഡുരംഗുമായിട്ട് പ്രവേശിക്കുകയാണ്. പെൺകുട്ടി പ്രൊഫസറിനോട് പറയും, വൈദ്യജി बैठे हैं प्रोफेसर साहब, പിതാജി മുത്സെ പഹലെ ഹി വൈദ്യജി കോ ബുലാ ലായേ. വൈദ്യൻ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ വരുന്നതിന് മുമ്പ്, നമ്മളെത്തുന്നതിന് മുമ്പ് അച്ഛൻ വിളിച്ചതാണ് വൈദ്യനെ. പ്രൊഫസറിന് വൈദ്യനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. കോൺ? വൈദ്യ പരമാനന്ദ്, യമരാജ് കാ സഖാഭായി. ഓ, യമരാജൻ്റെ സ്വന്തം സഹോദരനാണോ? എന്നുവെച്ചാൽ ഈ വൈദ്യൻ്റെ അടുത്ത് പോയാൽ മരണനിശ്ചയം എന്നുള്ളൊരു അർത്ഥത്തിൽ കളിയാക്കി പറയും. പരമാനന്ദിനെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഓർ തുമ്ഹാരാ ചാച്ച, നിൻ്റെ ചാച്ചയാണ് ഞാൻ. നിൻ്റെ ചാച്ച എന്ന് പറയുമ്പോൾ ചിറ്റപ്പനാണ്, നിൻ്റെ ചിറ്റപ്പനാണ് ഞാൻ. പ്രൊഫസർ പാണ്ഡുരംഗ്, തും വാത്ത് പിത്ത് കഫ് കി തറ ഏക് ഹി സാത്ത് ക്യോ ചലേ ആ രഹേ ഹോ. വാദവും പിത്തവും കഫവും എല്ലാം ഒരുമിച്ച് ആക്രമിക്കുന്ന പോലെ നീ എന്തിനാണ് കയറി വരുന്നത് എന്ന് പ്രൊഫസറിനോട് വൈദ്യൻ ചോദിക്കും. രണ്ടുപേരും പരസ്പരം വളരെ റൈവൽസാണ്. ഇസ്ലിയെ കി തും രോഗി കി നബ്സ് പക്കഡ് കർ ഉസ്കി ജാൻ ന ലേ ലോ. പ്രൊഫസർ പറയും, ഞാൻ വന്ന എന്തിനാണെന്നറിയോ? ഞാൻ വന്നില്ലെങ്കിൽ നീ രോഗിയുടെ പൾസ് നോക്കി രോഗിയെ തന്നെ അങ്ങ് കൊല്ലും. അങ്ങനെ പാണ്ഡുരംഗം അവിടെ വന്നിരിക്കും, വൈദ്യനും ഉണ്ട്, പ്രൊഫസറും ഉണ്ട്. ഇസ്കി 1.5 ഘണ്ടെ സെ യഹി ഹാലത്ത് ഹെ പ്രൊഫസർ ജി. അപ്പോൾ അച്ഛൻ നോക്കുമ്പം പ്രൊഫസറിനോടും അച്ഛൻ കാര്യം പറയും. 1.5 ഘണ്ട ഹോ ഗയ, 1.5 മണിക്കൂറായി, ഇപ്പോഴും ഇങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. മുझे इसका चेहरा देखने दीजिए. അപ്പോൾ പ്രൊഫസർ പറയും, ഞാൻ അവൻ്റെ ഒന്ന് ഫേസ് നോക്കട്ടെ. ചെഹ്റ ദേഖ് കർ ഇസ്കി തസ്വീർ ബനാവോഗേ. ഇപ്പോൾ പരമാനന്ദ് കളിയാക്കി ചോദിക്കും, ഓ, ബോധം കെട്ട് കിടക്കുന്ന പയ്യൻ്റെ ഫേസ് നോക്കി നീ എന്തോ പടം വരയ്ക്കാൻ പോവാണോ? ചുപ് രഹിയേ ആപ്, മുझे സോച്നെ ദീജിയേ. മിണ്ടാതിരിക്കും, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് പറയും. ചുപ് രഹേഗാ വഹ ജോ ബേഹോഷ് ഹൈ, मैं चुप नहीं रह सकता, मुझे इसका इलाज करना है. അപ്പോൾ പരമാനന്ദ് പറയും, ഞാൻ മിണ്ടായിരിക്കില്ല. മിണ്ടാതിരിക്കുന്ന ആരാണ്? ബോധം കെട്ട് കിടക്കുന്നവർ വേണേൽ മിണ്ടായിരിക്കും, പക്ഷേ എനിക്കിവനെ ചികിത്സിക്കണം. जल्दी कीजिए वैद्य जी, इसे ऐसी जड़ी सुंघाइए कि यह अभी खड़ा होकर बातें करने लगे. അപ്പോൾ അമ്മയും അച്ഛനും വളരെ വിഷമിച്ചിരിക്കുകയാണ്. അമ്മ പറയാണ്, ഇസെ ആസി ജഡി സുംഘായിയെ, ഇങ്ങനത്തെ ഒരു ഔഷധം, ഏതെങ്കിലും ഒരു ചെടിയുടെ വേരോ എന്തെങ്കിലും ഒന്ന് മണപ്പിക്കുക. സുംഘാന, മണപ്പിക്കുക. അത് മണത്താൽ ഉടനെ എൻ്റെ പയ്യൻ എണ്ണീറ്റ് നിൽക്കണം. ഘർ മേ ദേശി ഘീ ഹേ. ഇപ്പോൾ പരമാനന്ദ് അതിന് പകരം ചോദിക്കുന്നത് എന്താണ്? ഇവിടെ നെയ്യുണ്ടോ? നാടൻ നെയ്യുണ്ടോ? ഗായ് കാ ഹേ വൈദ്യജി. അപ്പം അമ്മ പറയാം, അതെ, പശുവിൻ നെയ്യുണ്ട്. ഗായ് കാ ഹോ യാ ബേൽ കാ ഘീ ഹോനാ ചാഹിയെ. പശുവിടെ നെയ്യായാലും കാളയുടെ നെയ്യായാലും എനിക്ക് പ്രശ്നമല്ല, നെയ്യ് വേണം. ഘീ കാ ക്യാ കീജിയേഗ. പ്രൊഫസർ ചോദിക്കും, ഈ നെയ്യ് എന്തിനാണ് ഇപ്പം? പ്രൊഫസർ പാണ്ഡുരംഗ് കി ഖോപ്പടി പർ മലൂങ്ക ജിസ്സെ ഉസ്കാ ദിമാഗ് ഠീക് കാം കരെ. എന്തിനാണ്? ഞാൻ പ്രൊഫസർ പാണ്ഡുരംഗിൻ്റെ തലയിൽ തേച്ച് കൊടുക്കാനാണ് നെയ്യ്. കാരണം ഇവർ രണ്ടുപേരും പരസ്പരം എല്ലാത്തിനും കളിയാക്കും. देखिए, आपके लड़के को कोई बीमारी नहीं है, आप परमानंद की बातों में मत आइए. അപ്പോൾ പ്രൊഫസർ പറയും, നോക്കൂ, നിങ്ങളുടെ മകന് ഒരു അസുഖമില്ല, നിങ്ങൾ ദയവേദി വൈദ്യം പറയുന്നൊന്നും വിശ്വസിക്കരുത്. इनकी बातों में आइए जिससे ये ऊट पटांग बातें करके
ഇസെ ഡബിൾ ബേഹോഷ് കർ ദേ. ഇപ്പോൾ പരമാനന്ദ് അതിന് കൗണ്ടറായിട്ട് പറയും, ഇയാൾ പറയുന്ന കേട്ടാൽ ഈ ഇപ്പം ബോധം കെട്ട് ചെറുക്കന് ഡബിൾ ബോധം കെടും. കോൺ കേത്ത ഹെ കി യ ബേഹോഷ് ഹെ. അപ്പോൾ പ്രൊഫസർ പറയും, ആരാ പറഞ്ഞ പയ്യൻ ബേഹോഷാണെന്ന്, പയ്യന് ബോധമില്ലെന്ന് ആരാ പറഞ്ഞേ? ഡോക്ടർ ജി യെ ബേഹോഷ് നഹി ഹെ തോ ഫിർ ബോൾത്താ ക്യോ നഹി. അപ്പോൾ അമ്മ ചോദിക്കും, ഡോക്ടർ ഇവന് ബോധം പോയില്ല എങ്കിൽ പിന്നെ ഇവൻ മിണ്ടാത്ത എന്താണ്? ഇസെ ആപ്പ് ഏകാന്ത് മേൽ ഇട്ടായി. അപ്പോൾ പ്രൊഫസറിൻ്റെ മറുപടി എന്താണ്? പയ്യനെ ഏകാന്തതയിൽ കിടത്തുക. ജി और इससे कहिए कि महसूस करें कि बेहोश नहीं है. ഇവനെ ഏകാന്തതയിൽ കിടത്തിയിട്ട് ഇവനോട് പറയുക, നീ ഇങ്ങനെ ഇമാജിൻ ചെയ്, നിനക്ക് ബോധം കേട്ടിട്ടില്ല എന്നുള്ളത്. और इस लड़के से यह भी कह दीजिए कि जब तक होश में ना आ जाए तब तक इस प्रोफेसर की बातों पर ध्यान न दें. ഇപ്പോൾ പരമാനന്ദിന് ദേഷ്യം വരും വൈദ്യന്. അയാൾ പറയും, എങ്കിൽ പിന്നെ ബോധം കെട്ട് കിടക്കുന്ന ചെറുക്കന് അത്രയും കേൾക്കാൻ പറ്റുമെങ്കിൽ ഇതൂടെ പറഞ്ഞേരെ, ജബ് തക് ഹോഷ് മേ നാ ആ ജായേ തബ് തക് ഇസ് പ്രൊഫസർ കി ബാത്തോം പർ ധ്യാൻ ന ദേ. ആ പയ്യനോട് പറഞ്ഞേരെ, ദയവേദി പ്രൊഫസർ പറയുന്നതൊന്നും ശ്രദ്ധിക്കരുതെന്ന്. वैद्य जी, डॉक्टर जी, मेरे बच्चे का ख्याल कीजिए, इसे कुछ दवा दारू दीजिए. അപ്പോൾ അമ്മ ഈ രണ്ട് വൈദ്യരുടെ ഇടയ്ക്ക് പെടുന്ന കൺഫ്യൂഷനിലാവും. അമ്മ പറയും, വൈദ്യജി, ഡോക്ടർ ജി, രണ്ടുപേരോട്, അവർക്കിപ്പോൾ ആര് മകനെ ചികിത്സിച്ചാലും കുഴപ്പമില്ല, പറയും എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ഒരു മരുന്ന് തന്ന് നേരെയാക്കും. यह लीजिए अमर भास्कर चूर्ण, होश में आने पर इसे गर्म पानी के साथ खिला दीजिए. ഇപ്പോൾ പരമാനന്ദിൻ്റെ കയ്യിൽ ഒരു മരുന്നേ ഉള്ളൂ, അമർ ഭാസ്കർ ചൂർൺ. അയാൾ അതെടുത്ത് കൊടുക്കും. എന്നിട്ട് എന്താ പറയുന്നത്? പയ്യന് ബോധം വരുമ്പം ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കണം. അച്ഛനപ്പം ദേഷ്യം വരും. പെഹലെ ഇസെ ഹോഷ് മേ ലാനെ കി ദവാ തോ ദീജിയേ. ബോധം വന്നു കഴിഞ്ഞ് മരുന്ന് കൊടുക്കുന്ന കാര്യം പിന്നീടാണ്, ആദ്യം ഇതിനൊന്നും ബോധം വരണ്ടേ. ഇസെ ऐसी ऐसी कहानियाँ सुनाइए जिसमें बेहोश व्यक्तियों के ഹോഷ് മേ ആനെ കാ വർണ്ണൻ ഹോ. ഇതിനെ എങ്ങനത്തെ കഥകൾ പറയണം? ഈ പയ്യൻ്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും കഥ പറഞ്ഞുകൂടും. അപ്പോൾ ഈ ബോധം കെട്ട് കിടക്കുന്ന വ്യക്തി ബോധത്തിലേക്ക് തിരിച്ചു വന്ന ഒരു കഥകൾ. ആ സ്ത്രീയുടെ അടുത്ത് ഇയാൾ പറഞ്ഞില്ലേ പ്രൊഫസർ, നിങ്ങളിങ്ങനെ വനത്തിൽ പോകുന്നതായിട്ട് സങ്കല്പിക്കുക, നിങ്ങൾ റാണി ലക്ഷ്മി ബായി ആയിട്ട് സങ്കല്പിക്കുക. അതുപോലെ ഈ ബോധം കെട്ട് കിടക്കുന്ന ചെറുക്കനോട് പറയാണ്, നിങ്ങൾ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞുകൊടും. അമ്മയ്ക്ക് ദേഷ്യം വരും. യഹ ബേഹോഷ് ഹെ, ആപ്കോ കഹാനിയോ കി സൂജ് റഹി ഹെ. കൊള്ളാം, പയ്യൻ ഇവിടെ ബോധം കെട്ട് കിടക്കുന്നത്, അപ്പോഴാണോ ഈ സ്റ്റോറി പറയുന്ന കാര്യം പറയുന്നത്. പ്രൊഫസർ പിന്നെയും ഈ ഒരു കാര്യത്തിൽ ഊന്നി നിൽക്കും, യഹ ബേഹോഷ് നഹി ഹെ, ഇവന് ബോധം പോയിട്ടില്ല. തോ ക്യാ ഹെ. അപ്പോൾ പരമാനന്ദ് പറയും, ബോധം പോയില്ലെങ്കിൽ പിന്നെ എന്തുവാണ് കുട്ടിക്ക്? ഇസെ ഭ്രം ഹോ ഗയാ ഹെ കി യഹ ബേഹോഷ് ഹെ, അസൽ മേ യഹ ഹോഷ് മേ ഹി ഹെ. അപ്പോൾ പ്രൊഫസർ പറയും, ഇവന് ബോധം പോയിട്ടില്ല, ഇവന് ബോധമുണ്ട്, ഇവന് വെറുതെ തോന്നലാണ്. आप कैसी बातें कर रहे हैं डॉक्टर जी, इन बातों से तो आप हमें भी बेहोश कर देंगे. അമ്മ പറയും, ഡോക്ടർ എന്തൊക്കെ കാര്യം പറയുന്നത്? 1.5 മണിക്കൂറായിട്ട് പയ്യൻ ബോധം കെട്ട് കിടക്കുന്നു. ഡോക്ടർ പറയുന്ന, പ്രൊഫസർ പാണ്ഡുരംഗ് പറയുന്ന ഇവന് ബോധം പോയിട്ടില്ല. ഇങ്ങനത്തെ വർത്തമാനം കേട്ടാൽ ഞങ്ങളുടെ ഉള്ള ബോധവും കൂടെ പോവും. इसी को स्नायु रोग कहते हैं, आप सब इससे कहिए कि यह होश में है. അപ്പോൾ പ്രൊഫസർ ഒരു കൺക്ലൂഷനിലെത്തും, ഇവന് സ്നായു രോഗമാണ്. എന്നുവെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഡിസോർഡർ വഴി നമ്മുടെ മാംസപേശികളും മസിൽസും എല്ലാം ഇങ്ങനെ ശിഥിലമായിട്ട് നമുക്ക് അനങ്ങാനൊക്കാത്തൊരവസ്ഥയാണ് ഈ സ്നായു രോഗം. ഇപ്പോൾ പ്രൊഫസർ പറയുന്നത് പയ്യന് ബോധമുണ്ട്, പയ്യന് സ്നായു രോഗമാണ്. തുമാരാ സർ ഹോഷ് മേ ഹെ, യ തോ ഖൂബ് ബേഹോഷ് ഹെ. പരമാനന്ദ് പിന്നെ ഉറപ്പിച്ച് പറയും, പയ്യൻ ബോധം കെട്ടിരിക്കുകയാണ്. മേ കേത്താ ഹൂँ യ ഹോഷ് മേ ഹെ, ഇസ്കി നബ്സ് ബത്താ റഹി ഹെ കി യ ബേഹോഷ് ഹെ. രണ്ടുപേരും തമ്മിൽ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും. പ്രൊഫസർ പറയും ഇവന് ബോധമുണ്ട്, ഇവന് സ്നായു രോഗമാണ്. പരമാനന്ദ് പറയും ഇവൻ്റെ പൾസ് നോക്കിയിട്ട് തന്നെ അറിയാം ഇവൻ ബേഹോഷാണ്. ഇസ്കാ ചെഹറ കഹ രഹാ ഹെ കി യ ഹോഷ് മേ ഹെ. അപ്പോൾ പ്രൊഫസർ പറയും മാത്രമല്ല ഇവൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഇവന് ബോധം പോയിട്ടില്ല. വൈദ്യജി ആപ്പ് ലടിയെ മത് മേരെ ബച്ചേ കാ ഖയാൽ കീജിയെ. അപ്പം അച്ഛനും അമ്മയും ആകെ ടെൻഷനായിട്ട് പറയും നിങ്ങൾ തമ്മിൽ പരസ്പരം അടിയിടരുത്, ദേവീതൻ്റെ മകൻ്റെ രോഗവിവരം നോക്ക്, ദേവീതൻ്റെ മകനെ ഒന്ന് ബോധത്തിലേക്ക് കൊണ്ടുപോവാം. യ ബേഹോഷ് ഹെ, ഇസ്കാ ബച്ന മുഷ്കിൽ ഹെ. അപ്പോൾ പരമാനന്ദ് പറയും ഇവൻ ബോധം പോയിരിക്കുകയാണ്, ഇവൻ്റെ കാര്യം പോക്കാണ്. യഹ ഹോഷ് മേ ഹെ, ഇസ്കാ മർന മുഷ്കിൽ ഹെ. ഇപ്പോൾ പ്രൊഫസർ നേരെ ഓപ്പോസിറ്റ് പറയും ഇവന് ബോധമുണ്ട്, ഇവനൊരു രീതിയിൽ ഒരു കുഴപ്പവും വരില്ല. मैं इसको अमर भास्कर चूर्ण दूंगा, यह बेहोश है.
ബേഹോഷ് തും ഹോ വഹ നഹി. ഇവർ തമ്മിൽ പിന്നെയും തർക്കമാവും. പ്രൊഫസർ പറയും ഇവന് ബോധം പോയിട്ടില്ല, പരമാനന്ദ് പറയും ഇവൻ ബോധം പോയിട്ടുണ്ട്. ഹോഷ് മേ തും ഹോ യഹ നഹി, ഇസേ സ്നായുരോഗ് ഹെ, ഇസേ സന്നിപാത് ഹെ. ഒരാൾ പറയും സ്നായുരോഗാണ്, മസിൽസിൻ്റെ നെർവസ് ഡിസോർഡറാണ്, അത് പ്രൊഫസർ പറയും. സന്നിപാത്ത് ആണെന്ന് പരമാനന്ദ് പറയും. സന്നിപാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, വാതവും പിത്തവും കഫവും ഈ ത്രിദോഷങ്ങൾ ഒരുമിച്ച് നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഈ സന്നിപാത്ത് എന്ന് പറയുന്നത്. ഹായ് റാം, യേ ലോഗ് തോ രോഗ് പർ രോഗ് ബഢായേ ജാ രഹേ ഹെ. അമ്മ ആകെ വിഷമിക്കും. ഈ രണ്ട് ഡോക്ടേഴ്സ് വന്നത്, ഒന്ന് വൈദ്യനും ഒന്ന് സൈക്യാട്രിസ്റ്റും, രണ്ടുപേരും മകനെ ചികിത്സിക്കുന്നതിന് പകരം ഓരോരോ പുതിയ പുതിയ രോഗങ്ങളുടെ പേര് പറയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ലഡ്ക ചാദർ ഫേങ്ക് കർ ഉഠ്താ ഹെ, സബ് ചോങ്ക് പടുത്തേ ഹെ. പയ്യൻ പെട്ടെന്ന് കിടന്ന കിടപ്പിൽ നിന്ന് ഷീറ്റെല്ലാം എടുത്ത് മാറ്റി ചാടി എണ്ണീക്കും. എന്നിട്ട് പറയും, സന്നിപാത് ഹെ വൈദ്യ പരമാനന്ദ് കോ और स्नायु रोग है प्रोफेसर पांडुरंग को, मैं पूरी तरह होश में हूँ. സന്നിപാത്ത് ആർക്കാണ്? ഇവനെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയാണ്. സന്നിപാത്ത് പരമാനന്ദ് വൈദ്യനാണ്. അതുപോലെ സ്നായുരോഗ് എനിക്കൊന്നുമില്ല, അത് പ്രൊഫസർ പാണ്ഡുരംഗനാണ്. മേ പൂരി തര ഹോഷ് മേ ഹൂँ, എനിക്ക് പൂർണ്ണ ബോധമുണ്ട്. ന മുझे ഭ്രം ഹെ और कुछ महसूस करने की ज़रूरत, എനിക്ക് ഭ്രമവും ഇല്ല, എനിക്കൊന്നും തോന്നേണ്ട കാര്യവുമില്ല, എനിക്കൊന്നും ഇമാജിൻ ചെയ്യേണ്ട കാര്യം ഇല്ല. പിത ആശ്ചര്യ സെ പൂछते हैं, രമേശ്, എല്ലാവരും അതിശയിച്ചു പോവും, രമേശ് മാ ദോഡ് കർ ഉസെ ഗോദ് മേ ഭർത്തി ഹെ. അമ്മ മകനെ കെട്ടിപ്പിടിച്ച് പറയും, മേരെ ലാൽ തുझे ക്യാ ഹോ ഗയാ താ മേരെ ലാഡ്ലേ, എൻ്റെ പൊന്നുമോൻ എന്താണ് സംഭവിച്ചത്? എല്ലാവരും അതിശയിച്ചു പോവും. കുച്ച് നഹി മാ, स्कूल में परसों एक नाटक होने जा रहा है, मुझे उसमें 2 घंटे की बेहोशी का अभिनय करना है, इसी की रिहर्सल कर रहा था. ഒന്നുമില്ല അമ്മ, എനിക്ക് സ്കൂളിലൊരു നാടകത്തിന് റിഹേഴ്സലുണ്ട്. എനിക്ക് സ്കൂളിൽ ഒരു നാടകത്തിന് എനിക്ക് 2 മണിക്കൂർ ബോധം കെട്ടതായിട്ട് അഭിനയിക്കണം, ഞാൻ അതിൻ്റെ റിഹേഴ്സൽ ചെയ്യായിരുന്നു. അയ്യോ, അമ്മ രമേശിൻ്റെ പുറം ഇങ്ങനെ തട്ടിയിട്ട് പറയും, അരേ ആഗ് ലഗേ തെരി റിഹേഴ്സൽ കോ, तो 20-30 मिनट और ऐसे ही रहता तो मेरी रिहर्सल हो जाती. ഓ, നിൻ്റെ ഒരു റിഹേഴ്സൽ, നീ ഇനി ഒരു 10-30 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടന്നിരുന്നെങ്കിൽ എൻ്റെ റിഹേഴ്സൽ ആയേനെ, എന്ന് വെച്ചാൽ ഞാൻ ബോധം കെട്ട് വീണേനെ. ചൽ തേരെ ലിയെ ഹൽവ ബനാത്തി ഹൂँ, തൂ ഭഗവാൻ കെ ഘർ സെ ലോട്ട് കർ ആയാ ഹെ. നീ ഒരു 2ാം ജന്മം പോലെയാണ് എനിക്ക്, അപ്പം നിനക്ക് ഇഷ്ടമുള്ള ഹലുവയൊക്കെ ഉണ്ടാക്കി തരാം. ഇത് കണ്ടിട്ട് പ്രൊഫസർ പറയും, മെനെ കഹാ ഥാ നാ കി യേ ലഡ്ക ഹോഷ് മേ ഹെ, ഞാൻ പറഞ്ഞില്ലേ പയ്യന് ബോധം പോയിട്ടില്ല എന്ന്. പരമാനന്ദ് അയാളെ നോക്കിയിട്ട് പറയും, मैंने भी बचपन में एक बार बेहोशी का रिहर्सल किया था पर इस तरह होश में नहीं आया था. അയ്യോ, ഞാൻ ഒരിക്കൽ എൻ്റെ ബാല്യകാലത്ത് ഇതുപോലെ ബോധം പോകുന്ന പോലെയൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തായിരുന്നു, പക്ഷേ ഈ രീതിയിൽ ഞാൻ തിരിച്ച് ഹോഷിൽ വന്നില്ലായിരുന്നു. പക്ഷേ ഈ രീതിയിൽ എനിക്ക് ബോധം തിരിച്ച് വന്നില്ലായിരുന്നു. परमानंद लड़खड़ा कर गिरते हैं, പാണ്ഡുരംഗ് ഉन्हें बार बार कमर में हाथ डालकर उठाते हैं. പരമാനന്ദ് ഇത് പറഞ്ഞങ്ങ് വീഴാൻ പോകുന്ന പോലെ ആവുന്നു. പാണ്ഡുരംഗ് അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും, ആപ് ഗിർ നഹീ രഹേ ഹെ വൈദ്യ ജി, ആപ് ഗിർ നഹീ രഹേ, ആപ് മെഹസൂസ് കീജിയെ कि नहीं गिर रहे, महसूस कीजिए कीजिए कीजिए. വൈദ്യ ജി, ഇമാജിൻ ചെയ്യ്, നിങ്ങൾ വീഴുന്നില്ല. അങ്ങനെയാണ് ഈ ഏകാംഗിയുടെ തിരശ്ശീല വീഴുന്നത്. നന്ദി, നമസ്കാരം.